ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച ഒരു രാജ്യമായിരുന്നു അസർബൈജാൻ. അസർബൈജാനിലേക്കുള്ള എല്ലാ ടൂറിസ്റ്റ് വിസകളും ഇന്ത്യക്കാർ തന്നെ റദ്ദ് ചെയ്തുകൊണ്ടായിരുന്നു ആദ്യത്തെ നീക്കം. എന്നാൽ പിന്നീട് അസർബൈജാന്റെ കാര്യമൊന്നും നമ്മൾ അധികം കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു വലിയ വാർത്ത എത്തുന്നു. അസർബൈജാന് പണി കൊടുക്കാനൊരുങ്ങി റഷ്യ. ഒരു കാലത്ത് അസർബൈജാന്റെ ഉറ്റ സുഹൃത്തായിരുന്ന റഷ്യ അസർബൈജാനെ നിലവിൽ ആക്രമിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. എന്തുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്രത്തോളം സംഘർഷം മൂർച്ഛിക്കാൻ കാരണമെന്നാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി റഷ്യ അസർബൈജാൻ ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. ഇതിനിടയിലാണ് ഗ്രോസ്നിയിലേക്ക് പോവുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് തകരുന്നു. അതിൽ 38 പേർ കൊല്ലപ്പെടുന്നു. അത് തകർന്നു വീണത് പടിഞ്ഞാറൻ കസാക്കിസ്ഥാനിലായിരുന്നു. തകർന്നതിന്റെ കാരണം റഷ്യ അലക്ഷ്യമായി വിട്ട, ഇല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ കിട്ടാതെ പോയ ഒരു മിസൈൽ തട്ടിയായിരുന്നു. ഇതിൽ വ്ളാഡിമിർ പുടിൻ ദുഃഖം രേഖപ്പെടുത്തുകയും ക്ഷമാപണം ഈ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിയോട് പറയുകയും ചെയ്തു. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ റഷ്യ തയ്യാറായില്ല. അവിടെ മുതലാണ് കഥകൾ മാറുന്നത്. ഇതിന്റെ തൊട്ട് പിന്നാലെ തന്നെ റഷ്യ ഈ അസർബൈജാനെ അവരുടെ വിക്ടറി പരേഡിലേക്ക് ക്ഷണിച്ചു. അസർബൈജാൻ പോയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ മാസം ഉക്രൈൻ വിദേശകാര്യ മന്ത്രി അസർബൈജാൻ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു. ഏതായാലും ഇതോടുകൂടി തന്നെ റഷ്യ അസർബൈജാനെതിരെയുള്ള നിലപാടുകൾ കടുപ്പിക്കുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ റഷ്യൻ നഗരമായ യക്കാറ്റനിൽ അസർബൈജാൻ സമൂഹം താമസിക്കുന്ന ഇടങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് റഷ്യൻ പോലീസിൽ വലിയ റെയ്ഡ് നടന്നു. ആ റെയ്ഡിൽ അസർബൈജാനികളായ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഈ മൃതദേഹം അസർബൈജാനിലേക്ക് കൊണ്ടുവന്നു. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ റഷ്യൻ പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങളേറ്റാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതോടുകൂടി പ്രതിഷേധം ആർത്തിരമ്പി ആളിക്കത്തി. തുടർന്ന് അസർബൈജാനിൽ പ്രവർത്തിക്കുന്ന റഷ്യയുടെ പ്രധാന മാധ്യമമായ സ്പുട്നിക്കിലെ 7 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. ഈ 7 ജീവനക്കാരും റഷ്യയുടെ IT വിദഗ്ധരാണ്. ഈ 7 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കടത്തിന്റെ പേരിലായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ജയിലിൽ ആക്കുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ചിത്രങ്ങൾ അസർബൈജാനിലെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ ഈ 7 പേരെയും അസർബൈജാനിലെ പോലീസ് നന്നായി മർദ്ദിച്ചതിന്റെ പാടുകളുണ്ടായിരുന്നു. ഇതോടുകൂടി റഷ്യയിലെ ജനം തെരുവിലിറങ്ങുകയും അസർബൈജാന് മറുപടി നൽകണമെന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെ റഷ്യ ഒരു മതനേതാവിനെ, അസർബൈജാനിലുള്ള ഒരു മതനേതാവിനെ പിടികൂടിക്കൊണ്ടുപോയി. അതായത് റഷ്യൻ സേന ഒരു മതനേതാവിനെ പിടികൂടിക്കൊണ്ടുപോയി. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റഷ്യക്കെതിരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടികൂടിപ്പോയത്. ആ പിടികൂടുന്നതിന്റെ ദൃശ്യം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതായത് കാറിന്റെ ഗ്ലാസ് തകർത്ത് ആ നേതാവിനെയും നേതാവിന്റെ മകനെയും ഒക്കെ മർദ്ദിച്ച് റഷ്യൻ സൈന്യം മർദ്ദിച്ചു കൊണ്ടുപോകുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ഇതോടുകൂടി അതൊരു വലിയ സംഘർഷത്തിലേക്ക് എത്തുകയും പിന്നീട് അത് ആ സംഘർഷം അംബാസഡർ തലത്തിലേക്ക് എത്തുകയും ഇരു രാജ്യങ്ങളും അംബാസഡർമാരെ വിളിച്ചു വരുത്തുകയും ശാസിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അസർബൈജാൻ സഹായം അഭ്യർത്ഥിച്ച് ഉക്രൈൻ്റെ അടുത്ത് സമീപിക്കുകയും ഉക്രൈൻ പരസ്യമായി തന്നെ അസർബൈജാന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ റഷ്യ തങ്ങളുടെ സൈന്യത്തെ അസർബൈജാനിലേക്ക് നീക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് ഇന്ത്യയുടെ ശത്രുവായ അസർബൈജാന് ഇന്ത്യയുടെ സുഹൃത്തായ റഷ്യ വലിയൊരു പണി കൊടുക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളം.